കേരള രാജ്യാന്തര ചലച്ചിത്രമേളയുടെ ഒരുക്കങ്ങൾ പൂർത്തിയാകുന്നു. നാളെ വൈകുന്നേരം ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന ചലച്ചിത്രമേള 19-ന് സമാപിക്കും. 26 വിഭാഗങ്ങളിലായി 206 ചിത്രങ്ങൾ പ്രദർശിപ്പിക്കുന്ന ഈ രാജ്യാന്തര ചലച്ചിത്രമേളയിൽ 82 രാജ്യങ്ങളുടെ സാന്നിധ്യമുണ്ടാകും. മുൻ വർഷങ്ങളിലെ പോലെ തിരുവനന്തപുരം ടാഗോർ തിയേറ്ററും പരിസരവും തന്നെയാണ് ഈ ചലച്ചിത്രമേളയുടെയും ആസ്ഥാനം. ഇവിടെ ഫെസ്റ്റിവൽ ഓഫീസിന്റെയും ഡെലിഗേറ്റ് സെല്ലിന്റെയും മീഡിയ സെല്ലിന്റെയും മറ്റ് സ്റ്റാളുകളുടെയും പണി പുരോഗമിക്കുന്നു. കേരള ചലച്ചിത്ര അക്കാദമിയുടെയും കേരള സ്റ്റേറ്റ് ചലച്ചിത്ര വികസന കോർപ്പറേഷൻ പ്രതിനിധികളും എപ്പോഴും ഈ ഫെസ്റ്റിവൽ വില്ലേജിലുണ്ട്. ഫെസ്റ്റിവൽ ഓഫീസും മീഡിയ സെല്ലുമൊക്കെ പൂർണ്ണ പ്രവർത്തനത്തിലേക്ക് വരുന്നു. ഈ രാജ്യാന്തര ചലച്ചിത്രമേളയുടെ 30ാമത് എഡിഷന്റെ ഒരുക്കങ്ങളെക്കുറിച്ച് കേരള ചരിത്ര വികസന കോർപ്പറേഷൻ ചെയർമാനും സംവിധായകനുമായ കെ മധു. IFFKയുടെ ഒരുക്കങ്ങളെല്ലാം ഭംഗിയായിട്ട് നടക്കുന്നു. അതിനെപ്പറ്റിയൊരു കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാനായിട്ടാണ് ഞാൻ ഇവിടെ എത്തിയത്. എല്ലാം ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്. അജോയുണ്ട്, അതിൻ്റെ GC മെമ്പേഴ്സുണ്ട്, എല്ലാവരും ഉണ്ട്. ചെയർമാൻ്റെ നിർദ്ദേശങ്ങളനുസരിച്ച് അവരെല്ലാം ഭംഗിയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ KSFDCയെ സംബന്ധിച്ചിടത്തോളം ഫിലിം മാർക്കറ്റ് KFM കേരള ഫിലിം മാർക്കറ്റ് അത് 3rd എഡിഷനാണ്. അത് 2 വർഷം കഴിഞ്ഞ 2 വർഷങ്ങളിൽ നടന്നു. ഈ വർഷം അത് കുറേ കൂടി വിശാലമായിട്ട് അതും നടത്താനുള്ള ശ്രമത്തിലാണ്. എന്തായാലും ചലച്ചിത്ര അക്കാദമിയും ചലച്ചിത്ര വികസന കോർപ്പറേഷനും ചേർന്നുള്ള ഒരു സംരംഭമാണ് മൊത്തത്തിൽ നടക്കുന്നത്. ഇന്ത്യയുടെ തന്നെ ഏറ്റവും മികച്ച ചലച്ചിത്രമേളകളിൽ ഒന്നായ കേരള രാജ്യാന്തര ചലച്ചിത്രമേളയുടെ 30ാമത് എഡിഷന്റെ ഒരുക്കങ്ങളെക്കുറിച്ച് സംവിധായകനും GC മെമ്പറുമായ GS വിജയൻ. IFFK 30ാം വാർഷികത്തിലാണ്. അതുകൊണ്ട് തന്നെ വളരെയധികം പ്രത്യേകതകളുള്ള ഒരു ഫെസ്റ്റിവലാണിത്. അതിൻ്റെ ഒരുക്കങ്ങളാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. യുദ്ധകാലാടിസ്ഥാനത്തിൽ പല കട്ടുകളിലായിട്ട് പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫിലിമും മറ്റും വന്നിട്ടുണ്ട്. അതിൻ്റെ ഒരുക്കങ്ങൾ നടക്കുന്നു. പിന്നണിയിൽ അതിൻ്റേതായ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏറെ ചിട്ടയോടെയും ആത്മാർത്ഥതയോടെയും കൂടിയാണ് ചലച്ചിത്രമേളയുടെ മുന്നൊരുക്കങ്ങൾ നടക്കുന്നത്. 12,000 ഡെലിഗേറ്റ് രജിസ്ട്രേഷനുകൾ കഴിഞ്ഞ മീഡിയ പ്രവർത്തനങ്ങളെക്കുറിച്ചും ഈ ചലച്ചിത്രമേളയെക്കുറിച്ചും 30ാമത് IFFKയുടെ മീഡിയ സെൻറ്റർ ഈ ഡിസംബർ 5-ാം തീയതി മുതൽ ടാഗോർ തിയേറ്ററിൽ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. ഏകദേശം കേരളത്തിൻ്റെ വിവിധ ജില്ലകളിൽ നിന്നുള്ള 15ഓളം വിദ്യാർത്ഥികൾ ഇതിനുവേണ്ടി ജോലി ചെയ്യുന്നുണ്ട്. അപ്പം മീഡിയ പാസിനുള്ള അപേക്ഷകൾ ഒരുപാട് കിട്ടിത്തുടങ്ങി. അത് സോർട്ട് ചെയ്ത് കാര്യങ്ങൾ കാർഡ് പ്രിൻറ്റിങ്ങിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ അന്നത്തെ വിവിധ ഫെസ്റ്റിവലിലെ വിവിധ പാക്കേജുകളുണ്ട്. ലോക സിനിമ, ഓപ്പണിംഗ് സിനിമ, ജൂറി, ഹോമേജ്, വിമൻസ് ഇഷ്യൂസ്, ലാറ്റിൻ അമേരിക്കൻ, അങ്ങനെ പലതരം കാറ്റഗറിയിലുള്ള സിനിമകളെക്കുറിച്ചുള്ള വാർത്തകളും അന്നന്ന് ഇവിടുന്ന് പത്രങ്ങൾക്ക് വിതരണം ചെയ്യുന്നുണ്ട്. അങ്ങനെ നല്ല രീതിയിൽ മികച്ച തയ്യാറെടുപ്പുകളുമായിട്ട് മീഡിയ സെൻറ്റർ മുന്നോട്ട് പോവുകയാണ്. ആൻ മേരി ജാഫർ സംവിധാനം ചെയ്ത പാലസ്തീൻ 36 ആണ് ഉദ്ഘാടന ചിത്രം. ഈ വർഷം ടോക്കിയോ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ മികച്ച ചിത്രത്തിനുള്ള ഗ്രാൻഡ് പ്രീ പുരസ്കാരം നേടിയ ചിത്രമാണിത്. Thomas Hopkins, Private Secretary to the High Commissioner. Yusuf Bisawi.
Is it the right of the English to distribute the land as they like? Land registration will protect you. بيجهزوا الأرض لقبانية جديدة جنب الأراضي بالضبط. We are asking for your help in protecting our villages. I ask you all to have faith. We can create a united and peaceful Holy Land. يا اخوان البلاد عمالها بتضيع من بين ايديك، ما هو يا بنوقف وقفة رجال يا بنوقف نتفرج. يا خبيز يا رصاص. عاشت الثورة! We are looking for armed bandits who've been disturbing the settlers. This is my little brother. He hasn't done anything. I advise that the best solution to terrorism is to build a wall. I cannot, in good conscience, sit here and become complicit in this. What about your so-called freedom of expression? ഏറെ ചലച്ചിത്ര പ്രേമികളുടെയും ചലച്ചിത്ര വിദ്യാർത്ഥികളുടെയും ചലച്ചിത്ര പ്രവർത്തകരുടെയും സാന്നിധ്യത്തിലാണ് 30ാമത് രാജ്യാന്തര ചലച്ചിത്രമേളയുടെ ഡെലിഗേറ്റ് സെല്ലിന്റെ ഉദ്ഘാടനം നടന്നത്. നമ്മുടെ മേളയ്ക്ക് 3 പതിറ്റാണ്ടിൻ്റെ ഒരു ചരിത്രത്തിലേക്ക് കേരളത്തിൻ്റെ അഭിമാനമായ IFFK ഒരു കാൽവയ്പ് നടത്തുകയാണ്. 1994 കോഴിക്കോട് നിന്ന് പ്രയാണം ആരംഭിച്ച ഈ യാത്ര കഴിഞ്ഞ മേളകളിൽ നമ്മെ സ്പർശിച്ച് കടന്നുപോയ സുവർണ ചകോരം നേടിയ ചലച്ചിത്രങ്ങൾ ഈ മേളയിൽ എത്തി സമഗ്ര പുരസ്കാരം ഏറ്റുവാങ്ങിയ പ്രതിഭാധനരുടെ ചലച്ചിത്രങ്ങൾ ഈ ലോകത്തെ പോരാടുന്ന മനുഷ്യരോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് പാലസ്തീനിൽ നിന്നെത്തുന്ന ചലച്ചിത്രങ്ങളുടെ പാക്കേജ് കൊണ്ട് 50 വർഷങ്ങൾക്ക് മുമ്പ് അമേരിക്കയെ പിന്തിരിഞ്ഞോടിച്ച ഒരു രാജ്യത്തിൻ്റെ കാമ്പും കരുത്തും പറയുന്ന വിയറ്റ്നാമിൻ്റെ ചലച്ചിത്രങ്ങൾ കൊണ്ട് ലോകത്തിലെ പ്രതിതരായ ചലച്ചിത്ര പ്രവർത്തകരെ തിരുവനന്തപുരത്തെ ഈ ചലച്ചിത്ര ഉത്സവ നഗരിയിൽ എത്തിച്ചുകൊണ്ട് ഈ മേള ചരിത്രത്തിൽ ഇടം നേടും എന്നതിൽ ഒരു സംശയമില്ല. നിങ്ങളുടെ എല്ലാം നിസ്സീമമായ പിന്തുണയും സഹകരണവും അഭ്യർത്ഥിച്ചുകൊണ്ട് ഇന്ന് 30ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയുടെ ഡെലിഗേറ്റ് കിറ്റ് വിതരണോദ്ഘാടനത്തിൻ്റെ അധ്യക്ഷ പദം അലങ്കരിക്കുന്ന ചലച്ചിത്ര അക്കാദമിയുടെ വൈസ് ചെയർപേഴ്സൺ ശ്രീമതി കുക്കു പരമേശ്വരനെ ആദരവോടെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വളരെ സന്തോഷത്തോടെയും അഭിമാനത്തോടെയും ആണ് ഞാനിവിടെ നിൽക്കുന്നത്. ഫിലിം ഫെസ്റ്റിവൽ തുടങ്ങുന്ന കാലത്ത് ഒരു സിനിമയോടുള്ള ആഭിമുഖ്യം അല്ലെങ്കിൽ സിനിമയോടുള്ള സ്നേഹം, സിനിമയോടുള്ള ആവേശം കൊണ്ട് സിനിമ കാണുകയും പിന്നെ എൻ്റെ സിനിമകൾ IFFKയിൽ വന്ന് അത് കണ്ടും ഒക്കെ ഇപ്പോൾ 30ാമത് IFFKയുടെ വൈസ് ചെയർപേഴ്സൺ എന്ന് പറയുന്നത് ഐ എം വെരി പ്രൗഡ് ആൻഡ് ഐ എം വെരി ഹാപ്പി ആൻഡ് ഐ എം വെരി താങ്ക്ഫുൾ ഫോർ ദാറ്റ്. അതോടൊപ്പം തന്നെ 30ാമതിൻ്റെ ഒരു അഭിമാനമുണ്ട്. ഇവിടെ ഇരിക്കുന്ന ഓരോ മുഖങ്ങളും എനിക്കറിയാവുന്ന, അതുതന്നെ എനിക്ക് ഓരോരുത്തരും ഞാൻ എൻ്റെ സിനിമാ ജീവിതത്തിൽ കണ്ട് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന മുഖങ്ങൾ എൻ്റെ അടുത്തുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഒരു സ്ട്രെങ്ത്തും. ഇവിടെ വന്നിരിക്കുന്ന ഓരോരുത്തരും അവരുടെ ചിന്ത 12-ാം തീയതി മുതൽ 19-ാം തീയതി വരെയുള്ള ഈ ഉത്സവം തന്നെയാണ്. ഇവിടെ എന്തൊക്കെ ഉണ്ടാവും, ഏതൊക്കെയാണ് ഐറ്റംസ് അല്ലെങ്കിൽ എന്തൊക്കെ വിഭാഗങ്ങൾ ഉണ്ടാവും, എല്ലാം വളരെ ക്ലിയറാണ് കാണാൻ വന്നിരിക്കുന്നത്. മീറ്റ് ദ പ്രസ് ആയാലും ഓപ്പൺ ഫോറം ആയാലും 15 തിയേറ്റേഴ്സ് ആയാലും 206 സിനിമയുണ്ടെന്നും ഒക്കെ മനസ്സിൽ പ്ലാൻ ചെയ്ത് വന്നവരാണ് ഈ തീർത്ഥാടനത്തിൽ. ഈ 30ാമത്തെ വർഷവും അതേ പ്രതീക്ഷ നിങ്ങൾക്ക് കാത്തു സൂക്ഷിക്കാം. കഴിഞ്ഞ വർഷം നടന്നത് ഞാനും നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു യാത്രയിൽ കഴിഞ്ഞ 3 വർഷം ഉണ്ടായിരുന്നു.
അതും അതിലും ഭംഗിയായിട്ട് ഇത് നമുക്ക് നടത്തണം. ഇത് ചലച്ചിത്ര അക്കാദമി, കേരള സ്റ്റേറ്റ് ഗവൺമെൻറ്റും ഒറ്റയ്ക്കല്ല നടത്തുന്നതെന്നുള്ള നല്ല ബോധ്യമുള്ളവരാണ് ഞങ്ങൾ. അതുകൊണ്ട് ഇതിന് പൂർണ്ണ നമ്മളോടുള്ള എല്ലാ തരത്തിലും ചേർന്ന് നിന്ന് ഇത് മുന്നോട്ട് കൊണ്ടുപോകണം. അതുപോലെ തന്നെ 206 സിനിമയുണ്ട് എന്ന് പറഞ്ഞു. വിയറ്റ്നാമാണ് ഇത്തവണത്തെ ഫോക്കസ്. എല്ലാ അർത്ഥത്തിലും ഇതൊരു അനുഭവം തന്നെയായിരിക്കും. ചെറിയ സമയത്തിനുള്ളിലാണ് ചലച്ചിത്ര അക്കാദമി ഞാൻ ചാർജ് എടുത്തിട്ട് 1.5 മാസമേ ആയിട്ടുള്ളൂ. ചെയർമാൻ ഉണ്ട്. ചെയർമാൻ ഇന്ന് എത്തിച്ചേർന്നിട്ടില്ലെങ്കിലും ഇതിൻ്റെ ഓരോ മിനിറ്റുകളും അദ്ദേഹം അറിഞ്ഞുകൊണ്ടിരിക്കുന്നു, അദ്ദേഹത്തെ അറിയിച്ചുകൊണ്ടിരിക്കുന്നു. ആൻഡ് ഈസ് എൻ എക്സ്ട്രോർഡിനറി ഫിൽം മേക്കർ, film specialist in the say sound, and he is with us in every step. ഞാനത് അനുഭവിച്ചത് കൊണ്ടാണ് പറയുന്നത്. എല്ലാ അർത്ഥത്തിലും നമ്മുടെ കൂടെയുണ്ട്. സോ ഈ ഡെലിഗേറ്റ് സെൽ ഉദ്ഘാടനമാണല്ലോ നമ്മുടെ തുടക്കം എപ്പോഴും. ആൻഡ് ഇറ്റ്സ് എ പ്രൗഡ് മൂമെന്റ്, ഇറ്റ്സ് എ ഹാപ്പി മൂമെന്റ്. ആൻഡ് ഭയങ്കര സന്തോഷമുണ്ട് ആ കാര്യത്തിൽ. എല്ലാവരെയും അടുത്ത 8 ദിവസത്തെ ആഘോഷത്തിന് തമ്മിൽ കാണാം, കൈകോർക്കാം, ചിരിക്കാം, സിനിമ സംസാരിക്കാം, സിനിമയെ ചേർത്ത് നിർത്താം, കേരളത്തിലെ മലയാളത്തിലെ സിനിമകളെ വളർത്താം. മലയാള സിനിമ ഇപ്പോൾ എത്തിയിരിക്കുന്നതിലും ഉയരത്തിലേക്ക് എത്തിക്കാൻ നമുക്ക് കഴിയും, അത് കഴിയണം. അതിനാണ് ഈ ഫിലിം ഫെസ്റ്റിവൽ. സോ അത് മാത്രമല്ല, ഇന്ന് ഡെലിഗേറ്റ് കിറ്റിൻ്റെ വിതരണം ഉദ്ഘാടനം ചെയ്യാൻ എത്തിയ ഡോക്ടർ ദിവ്യ എസ് അയ്യർ, താങ്ക് യു. ആൻഡ് നദി ലിജോ, my colleague, I'm very happy and proud. Thank you. So, ഇങ്ങനൊരു സംഭവം നടത്തുന്നത് വെരി ഗുഡ്. താങ്ക് യു. ആൻഡ് I wish everybody an extraordinary അനുഭവമായി മാറട്ടെ. ഈ സിനിമകൾ നമ്മളെ മറ്റൊരു തലത്തിലേക്ക് എത്തിക്കട്ടെ. 19-ാം തീയതി നല്ല സിനിമകൾ അവാർഡുകൾ നേടട്ടെ.